എനിക്കൊരു അനുജനുണ്ടായിരുന്നു. 7 വയസ്സായപ്പോൾ മരണപ്പെട്ടുപോയി. ആ അനുജനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഉമ്മ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. മുഹമ്മദ് സിദ്ദീഖ് എന്നായിരുന്നു ആ അനുജന്റെ പേര്. എന്നേക്കാൾ ഏകദേശം 2 വയസ്സ് കുറവാണ്. അപ്പൊ എനിക്കൊരു 9 വയസ്സിൽ അനുജന് വിട്ടുപിരിഞ്ഞ ഒരു നേർത്ത ഓർമ്മയെ എനിക്കുള്ളൂ. ഉമ്മയ്ക്ക് ആ അനുജനെ കുറിച്ച്, ഉമ്മയുടെ ഏറ്റവും ഇളയ മകനെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾക്കിടയിൽ ഇടയ്ക്കിടെ പറയാറുള്ള ഒരു ഓർമ്മയുണ്ട്. അന്ന് ഇത്ര സൗകര്യങ്ങളൊന്നുമുള്ള കാലമല്ലല്ലോ. ഏതോ ഒരു പലഹാരം അതിഥികൾക്ക് വേണ്ടി വീട്ടിൽ മേടിച്ചപ്പോൾ ആ മകന്, ആ അനുജന് അത് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിഥികൾ പോയപ്പോൾ പിന്നെ അത് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് അതുപോലെ ഒന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് അവന് യാത്രയായി പോയി. ഒരു മാതാവിൽ കുഞ്ഞുപ്രായത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ഒരു മകനെക്കുറിച്ചുള്ള സ്നേഹമസൃണമായ ഓർമ്മയുടെ തികട്ടലുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷവും മറ്റു മക്കളോട് പങ്കുവെക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനീ പറഞ്ഞത്. ഇതൊരു സാങ്കല്പികമായ കഥയൊന്നുമല്ല. എൻ്റെ സ്വന്തം അനുജനെക്കുറിച്ച് എൻ്റെ ഉമ്മ പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു മാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ വലിയൊരു ലോകമാണത്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും സവിശേഷമായ ഒരു പ്രാർത്ഥന അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ചോദിച്ചാൽ അപ്പോൾ ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന. ആ ചോദ്യം ചോദിച്ചാൽ പിന്നെ തട്ടിക്കളയുകയില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന എല്ലാ അമ്പിയാക്കന്മാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. എനിക്കും ആ പ്രാർത്ഥന അള്ളാഹു നൽകി. ഞാൻ അത് കാത്തുവച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വേദനയാർന്ന ഒരുപാട് രംഗങ്ങൾ കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലുരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചവർ, ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിൽ ചാർത്തിയവർ, നേരെ തന്നെ യുദ്ധക്കളത്തിൽ വന്ന് വാളെടുത്ത് വെട്ടാൻ ഒരുങ്ങിയവർ, അബദ്ധത്തിന്റെ കെണികളിൽ തട്ടിയിടാൻ ശ്രമിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപകടകരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയവർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയവർ, തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചവർ, അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങളുടെ പരമ്പരകളും മർദ്ദനങ്ങളുടെ പരമ്പരകളും മുന്നോട്ട് വെച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു പ്രാർത്ഥന പ്രയോഗിച്ചില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് കരുതി വച്ചിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമനകളായ ആൺമക്കൾ 3 പേരും അവിടുത്തെ ജീവിതകാലത്തു തന്നെ വിട്ടുപിരിഞ്ഞുപോയി. വേണമെങ്കിൽ അവരെ തിരിച്ചു തരാൻ വേണ്ടി ആ പ്രാർത്ഥന പ്രയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചില്ല.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ ഖബറു ശരീഫിന്റെ അടുക്കൽ ചെന്ന് 6-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു പോയ പൊന്നുമ്മയെ നോക്കി 60 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം സ്വഹാബികളെ മുഴുവനും കരയിപ്പിച്ചു. അപ്പോഴും വേണമെങ്കിൽ ആ ഉമ്മയെ തിരിച്ചു തരാൻ ഈ പ്രാർത്ഥന പ്രയോഗിക്കാം. അത് പ്രയോഗിച്ചില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് ആ പ്രാർത്ഥന കരുതി വെച്ചത്? അന്നബിയുൽ ഉമ്മി, ഉമ്മത്തിനു വേണ്ടി ജീവിച്ച് ഉമ്മത്തിനു വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഉമ്മത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി, നമ്മളാകുന്ന മക്കൾക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുകയാണ്. എന്റെ ഉമ്മയെപ്പോലെ 1000 മാതാക്കളുടെ കയ്യിലേക്ക് പലഹാരങ്ങളോ വിശേഷങ്ങളോ വരുമ്പോൾ അവരുടെ കുരുന്നുമക്കളെ ഓർക്കുന്നതിനേക്കാൾ വലിയ ആർത്തിയോടെ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മളെ ആരാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപരാധം. എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഞാനുമായി സന്ദർഭവശാൽ ചാറ്റിംഗ് ആരംഭിച്ച ഒരു പെൺകുട്ടിയാണോ? എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എവിടെയോ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ആകർഷണം തോന്നിയ ആൺകുട്ടിയാണോ? എന്നെ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? എന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടും ഒരുമ്മിയും പലപ്പോഴും കണ്ടും കേട്ടും ഏതോ ചില ചേഷ്ടകളാൽ സ്വാധീനിക്കപ്പെട്ട സഹപാഠിയാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? എന്റെ അധ്വാനത്തിന്റെ ഒരുപാട് അംശങ്ങളെയും നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സന്താനങ്ങളാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? എന്റെ ഭൗതികമായ ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ എന്നെ വിട്ടുപോയേക്കാവുന്ന എന്റെ സഹധർമ്മിണിയാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? എന്റെ ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ എനിക്ക് പകരം വേറെ ഒരാളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇണയ ഭർത്താവാണോ? ചില ഘട്ടങ്ങളിലൊക്കെയും എന്നെ മതിയാവുന്നില്ല എന്ന് തോന്നുന്ന എന്റെ ഈ ലോകത്തുള്ള ആരെങ്കിലുമാണോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഈ ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യകത്ത മുഴുവനും വിളിക്കുകയാണ് ലോകഗുരുവായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ നിരന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സാഹിത്യവാരഫലം എഴുതിയിരുന്ന ഒരു സാഹിത്യകാരനുണ്ട്, കൃഷ്ണൻ നായർ. അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഒരു കുറിപ്പിൽ, എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. അതിന് അയാൾ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു വാപ്പയും മകനും കൂടി റോഡരിയിലേക്ക് പോകുമ്പോൾ മകന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന വാപ്പ അടുത്തുകൂടി ഒരു വാഹനം വരുമ്പോൾ യാന്ത്രികമായി അയാൾ ഒഴിയുകയും മകൻ റോഡിൽ വാഹനത്തിന്റെ ഭാഗത്തേക്ക് ചേരുകയും ചെയ്യും. അഥവാ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്നെ സേഫാക്കാനാണ് ശ്രമിക്കുക. അപ്പൊ ഒരുപക്ഷെ എന്റെ കയ്യിലുള്ള മകൻ റോഡരികിലേക്ക് മാറുകയും ഞാൻ ഔട്ട്സൈഡിലേക്ക് പോവുകയും ചെയ്യും. ആ ഒരു രംഗം അയാൾ പറയുന്നുണ്ട്. ഇതുപോലെ നമ്മളെല്ലാവരും അങ്ങേയറ്റം ആരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു വന്നാൽ നിങ്ങൾ നിങ്ങളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് വരും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും ഇന്ത്യ ജയിക്കണമെന്ന്.
രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും കേരളം ജയിക്കണമെന്ന്. രണ്ടു ജില്ലകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ ജില്ല ജയിക്കണമെന്ന്. രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ പഞ്ചായത്ത് ജയിക്കണമെന്ന്. രണ്ട് വാർഡുകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങളുടെ വാർഡ് ജയിക്കണമെന്ന്. രണ്ട് വീടുകൾ തമ്മിൽ മത്സരിച്ചാൽ നിങ്ങളുടെ വീട് ജയിക്കണമെന്ന്. നിങ്ങളും നിങ്ങളുടെ സഹോദരനും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജയിക്കണമെന്ന്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾ ജയിക്കണമെന്ന്. ഭാര്യ ആഗ്രഹിക്കും ഭാര്യ ജയിക്കണമെന്ന്. കോടതിയിലേക്ക് പോയി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസാണ്. ഭാര്യ ആഗ്രഹിക്കുന്നത് ഭാര്യ ജയിക്കണമെന്ന്, ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭർത്താവ് ജയിക്കണമെന്ന്. ഇത്രയേ ഉള്ളൂ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ സ്നേഹത്തിന്റെ ലോകം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിയുണ്ടാക്കിയ സ്നേഹലോകം അങ്ങനെയല്ല. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോൾ എല്ലാ സ്വഹാബികളും ആഗ്രഹിച്ചത് നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങളെല്ലാവരും കൊല്ലപ്പെട്ടാലും അവിടുന്ന് കൊല്ലപ്പെടരുതെന്ന്. ഞങ്ങളെല്ലാവരും മരിച്ചു വീണാലും അവിടുന്ന് മരിക്കരുതെന്ന്. ഞങ്ങൾക്കെല്ലാവർക്കും മുറിവ് പറ്റിയാലും അവിടുത്തേക്ക് മുറിവ് പറ്റരുതെന്ന്. ഇത് കേവലം ഒരു സങ്കല്പമല്ല, ഇത് കേവലം ഒരു അനുമാനമല്ല, കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. പ്രായോഗികമായി അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലയം ചെയ്തു നിൽക്കുന്ന സ്വഹാബികൾ ഓരോരുത്തരും അവരുടെ മാറ് കാണിച്ചു കൊടുത്തു. ആ അമ്പ് എന്റെ മാറിലേക്ക് കൊള്ളട്ടെ എന്ന്. അവരുടെ മുതുക് കാണിച്ചു കൊടുത്തു, അവിടേക്ക് പതിക്കട്ടെ എന്ന്. ഒരു സ്വഹാബി ഇങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഒരു അസ്ത്രം പാഞ്ഞു വരുന്നു. ആ സ്വഹാബി നോക്കിയപ്പോൾ കൈകൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, കാലുകൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, പരിച കയ്യിലില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയാണ് വരുന്നത്. ഉടനെ അവിടുത്തെ ശിരസ്സൊന്നുയർത്തി ആ അമ്പ് വന്നുകൊണ്ടത് കണ്ണിലേക്കായിരുന്നു. കണ്ണു തെറിച്ചു തൂങ്ങി. അപ്പോഴും ഒരു പരിഭവവുമില്ല, സമാധാനമേ ഉള്ളൂ. ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ പതിക്കേണ്ട ഒരു അസ്ത്രത്തെ ഏറ്റുവാങ്ങിയിട്ട് കണ്ണു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ ഓടി ചെല്ലുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഖതാദത്ത് ബിൻ നുഅ്മാൻ എത്തുകയാണ്. فأسرع قتادة إلى رسول الله صلى الله عليه وسلم وعينه في كفه. കൈവെള്ളയിൽ എടുത്തു വെച്ച കണ്ണുമായി ചെല്ലുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. കേവലം കണ്ണു മാത്രമല്ല, ഉയിര് കൊടുത്ത ഒരുപാട് ആളുകളുടെ കഥ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തിനേ ഉള്ളൂ. അപ്പോൾ സ്വന്തത്തെക്കാൾ മറ്റൊരാളെ പ്രണയിക്കാൻ പറ്റുമെന്ന് ലോകത്ത് പ്രായോഗികമായി പഠിപ്പിച്ചത് ആരാണ്? ഒരു പ്രേമദിനവുമല്ല, ഒരു പ്രേമത്തിന്റെ തലസ്ഥാനവുമല്ല, ഒരു വലന്റൈൻഡേയുമല്ല, ഒരു സ്നേഹത്തിന്റെ യൂറോപ്യൻ തലസ്ഥാനങ്ങളുമല്ല. മറിച്ച് മദീനയിൽ നിന്നൊരു മഹബത്തിന്റെ മന്ത്രം ലോകത്തിന്റെ മനസ്സിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് സ്നേഹത്തിനു വേണ്ടി സമർപ്പിക്കേണ്ടത് എന്ന്. അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് സ്നേഹത്തിനു വേണ്ടി ജീവൻ കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചിലർ അന്വേഷിച്ചു നോക്കി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയവരാണ്. ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിലാണല്ലോ അവിടുന്ന് രക്തസാക്ഷിയായി വീണത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്. ഷഹീദുൽ ഖുർആൻ, അവിടുത്തെ രക്തം വിറ്റു വീണത് പവിത്രമായ ഖുർആനിന്റെ ഏടിലേക്ക്, പവിത്രവാചകങ്ങളിലേക്ക്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മഹബത്തിന്റെ ലോകത്ത് പറയുമ്പോഴും കൊല്ലപ്പെട്ട ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട്.
അലിയുനിൽ മുർത്തദ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ലോകത്തോട് വിട പറഞ്ഞത്? അതും കൊല്ലപ്പെട്ട കഥയാണ് പറയാനുള്ളത്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന്റെ കാരണം അന്വേഷിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചു. അവർക്ക് പറയാനുള്ളത് ഷഹീദുൽ മഹബ്ബ, അനുരാഗത്തിന്റെ ആത്മത്യാഗി, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ രക്തസാക്ഷി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തയാൾ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിധേയം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബ്ബത്തിന് വേണ്ടി ഉയിര് കൊടുത്ത രക്തസാക്ഷിയാണ്. മഹാനവറുകൾ ഉഖറവിയായ രക്തസാക്ഷിയാണ്, ഷഹീദാണ്. വേറെയും ചില ന്യായങ്ങളുണ്ട്. ഏതായാലും ശരി, മഹാനരായ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹത്തിനു വേണ്ടി ജീവത്യാഗം നടത്തിയ തുല്യതയില്ലാത്ത വ്യക്തിത്വമായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രണയം അവിടെയാണ്. സ്വന്തത്തെക്കാൾ സ്നേഹിക്കാൻ ഒരാളെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുമെന്ന്, എന്നേക്കാൾ എനിക്കൊരാളെ എങ്ങനെ സ്നേഹിക്കാമെന്ന്, അതെ, ലോകത്ത് അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരാളെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകളാൽ സ്വയം ത്യാഗം ചെയ്ത് പ്രണയം വരിച്ച നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.